Dear students, welcome to SS Physics classes. കേരള സിലബസിലെ 11ാം ക്ലാസ് വിദ്യാർത്ഥികൾക്ക് വേണ്ടി വേവ്സ് എന്ന ചാപ്റ്ററിലെ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് ആണ് ഈ വീഡിയോയിൽ ഡിസ്കസ് ചെയ്യുക. ഈ വർഷത്തെ ബോർഡ് പരീക്ഷയ്ക്ക് പ്രയോജനപ്പെടുന്ന തരത്തിൽ ഏറ്റവും പ്രധാനപ്പെട്ട രണ്ട് കോൺസെപ്റ്റ്സുകൾ, ബേസിക് ഓഫ് വേവ് മോഷൻ ആൻഡ് ദ സ്പീഡ് ഓഫ് വേവ്സ് ഇൻ എ മീഡിയം, ഈ രണ്ട് ടോപ്പിക്കുകളെ ബേസ് ചെയ്തിട്ടുള്ള പ്രധാനപ്പെട്ട ക്വസ്റ്റ്യനുകളാണ് ഡിസ്കസ് ചെയ്യുക. 2020 തുടങ്ങിയിട്ടുള്ള പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ്. അതിനെ തന്നെ നമ്മുടെ മനസ്സിൽ വേവ് എന്ത് എന്നുള്ള ഒരു മീനിങ് ഉണ്ടായിരിക്കണം. സാധാരണ രണ്ട് തരത്തിലുള്ള വേവ്സുകളാണുള്ളത്. ഒന്ന് ലോഞ്ചിറ്റ്യൂഡിനൽ വേവ്സ്. നമ്മുടെ സൗണ്ട് പ്രൊപ്പഗേഷൻ ഇൻ എ മീഡിയം എന്ന് പറയുമ്പോൾ അത് സാധാരണ രൂപത്തിൽ കംപ്രഷൻ ആൻഡ് റെയർഫ്രാക്ഷൻ ഈ അനിമേഷനിൽ കാണുന്ന ആ തരത്തിലാണ് പ്രൊപ്പഗേറ്റ് ചെയ്യുക. അതേ സ്ഥാനത്ത് ലൈറ്റ് മാതിരിയുള്ള വേവുകൾ, വി ക്യാൻ സേ ദാറ്റ് നോൺ മെക്കാനിക്കൽ വേവ്, അത് മൂവ് ചെയ്യുന്നത് ക്രസ്റ്റുകളും അല്ലെങ്കിൽ ട്രഫുകളുമായിട്ടായിരിക്കും. അത് മെക്കാനിക്കൽ വേവ് ആണെങ്കിൽ പോലും ലൈക്ക് ദാറ്റ്. അപ്പൊ ക്രസ്റ്റും ട്രഫുമായിട്ടായിരിക്കും സാധാരണ രൂപത്തിൽ വേവുകൾ മുന്നോട്ട് പോവുക. ഓരോ സമയത്തിനനുസരിച്ച് ആ വേവിന്റെ ലൊക്കേഷൻ മാറുകയാണ് അല്ലെ. അതുകൊണ്ടാണ് അതിനെ പ്രോഗ്രസീവ് വേവ് എന്ന് നമ്മൾ വിളിക്കുക. അപ്പൊ ആ വേവുമായിട്ട് ബന്ധപ്പെട്ട ക്വസ്റ്റ്യൻ ആണ് നമ്മുടെ ഫസ്റ്റ് ക്വസ്റ്റ്യൻ. നോക്കണേ, എ ട്രാൻസ്വേഴ്സ് ഹാർമോണിക് വേവ് ഓൺ എ സ്ട്രിംഗ്. So this is said to be that harmonic wave in a string that is represented as y equal to 3 sin 36t plus 0.018x plus pi by 4, where x and y are in centimeter and t in second. So we need to find, okay, 4 ക്വസ്റ്റ്യനുകളാണ് അതിലുള്ളത്. ഒന്നാമത്തെ പോയിന്റ് പറയുന്നത്, ഈസ് ദിസ് എ ട്രാവലിംഗ് വേവ് ഓർ എ സ്റ്റേഷനറി വേവ്? നോക്കണേ, ഇവിടെ ടൈം ഡിപ്പെൻഡബിൾ ആണ്, പൊസിഷൻ ഡിപ്പെൻഡബിൾ ആണ്. സോ ഓരോ സമയം കഴിയുന്തോറും അതിന്റെ പൊസിഷൻ മാറുന്നു എന്നുള്ളത് വ്യക്തമായല്ലേ. അതുകൊണ്ട് തന്നെ ഉറപ്പിച്ചു പറയാം, അതൊരു പ്രോഗ്രസീവ് വേവ് ആണ്, ഒരു ട്രാവലിംഗ് വേവ് ആണ് എന്നുള്ള കാര്യം നമുക്ക് ഉറപ്പിച്ചു. ഇനി രണ്ടാമത്തെ ക്വസ്റ്റ്യൻ എന്താ പറയുന്നേ? വാട്ട് ആർ ഇറ്റ്സ് ആംപ്ലിറ്റ്യൂഡ്, ഫ്രീക്വൻസി? അടുത്ത മൂന്നാമത്തെ ചോദ്യം, ദ ഇനിഷ്യൽ ഫേസ് അറ്റ് ദ ഒറിജിൻ. ഫോർത്ത് വൺ, വാട്ട് ഈസ് ദ ലീസ്റ്റ് ഡിസ്റ്റൻസ് ബിറ്റ്വീൻ ടു സക്സസീവ് ക്രസ്റ്റ് ഇൻ ദ വേവ്? നമുക്ക് ഒരു വേവ് മോഷനെ നമുക്കൊന്ന് പരിചയപ്പെട്ടാല് ലൈക്ക് ദിസ് അല്ലെ. അപ്പൊ സക്സസീവ് ആയിട്ടുള്ള രണ്ട് ക്രസ്റ്റുകൾ തമ്മിലുള്ള അകലം, അവയെ വിളിക്കുന്ന പേരാണ് വേവ് ലെങ്ത് എന്ന് നമ്മൾ വിളിക്കുക. അല്ലെങ്കിൽ നമുക്ക് തിരിച്ചു വേണമെങ്കിലും പറയാം, രണ്ട് അഡ്ജസന്റ് ആയിട്ടുള്ള ട്രഫുകളെ തമ്മിലുള്ള അകലത്തെയും നമുക്ക് വേവ് ലെങ്ത് എന്ന് വിളിക്കാം. അപ്പൊ നമുക്ക് കണ്ടുപിടിക്കേണ്ടത് ആംപ്ലിറ്റ്യൂഡ് ആണ്, ഫ്രീക്വൻസി ആണ്, ഇനിഷ്യൽ ഫേസ് ആണ് ആൻഡ് ദ വേവ് ലെങ്ത്. അപ്പൊ ഒരു പ്രധാനപ്പെട്ട വേവിന്റെ എല്ലാ കമ്പോണന്റുകളെ കുറിച്ചുമാണ് ചോദ്യം. അപ്പൊ നമുക്ക് ആദ്യം ഈ തന്നിരിക്കുന്ന നമ്മുടെ ഇക്വേഷൻ ഒന്നുകൂടെ എഴുതാം. y is equal to 3 sin 36t plus 0.018x plus pi by 4. അപ്പൊ ഇതിനെ നമുക്കൊന്ന് ജനറലൈസ് ചെയ്താൽ എങ്ങനെ എഴുതാം? So y is equal to, we can write it to be as y is equal to a sin omega t. t യോടൊപ്പം വരുന്നത് എപ്പോഴും ആംഗുലർ ഫ്രീക്വൻസി ആയിരിക്കും, kx പ്ലസ് പൈ ബൈ 4. ഇതാണ് അതിന് നമുക്ക് ഇനിഷ്യൽ ഫേസ് എന്നുള്ള കൺസെപ്റ്റിലേക്ക് നമുക്ക് എടുക്കാം. ഇതാണ് ഒരു ജനറൽ കോൺസെപ്റ്റ് എന്ന് പറയുന്ന തരത്തിൽ നമുക്ക് പറയാൻ പറ്റും. അപ്പൊ അത് ബേസ് ചെയ്തിട്ട് നമ്മുടെ ആദ്യത്തെ കോൺസെപ്റ്റ് പറയുന്നത് എന്താണ് ആംപ്ലിറ്റ്യൂഡ്. അപ്പൊ ആംപ്ലിറ്റ്യൂഡ് എന്ന് പറയുമ്പോൾ എന്താണ്? സോ ആംപ്ലിറ്റ്യൂഡ് ഈസ് നത്തിങ് ബട്ട് ദ മാക്സിമം ഡിസ്പ്ലേസ്മെന്റ് അല്ലെ. അപ്പൊ ഇവിടെ എത്രയായിട്ട് നമുക്ക് കിട്ടാം? എ എന്ന് പറയുന്നത് 3 ആണ് ഇൻ സെന്റിമീറ്റർ.
കാരണം നമുക്ക് എക്സും വൈയും ഒക്കെ സെന്റിമീറ്ററിലാണ് എക്സ്പ്രസ് ചെയ്തിരിക്കുക. അപ്പൊ നമ്മുടെ ബിയുടെ ആദ്യത്തെ പാർട്ടായി അല്ലേ. അടുത്ത പാർട്ട് എങ്ങനെ കണ്ടുപിടിക്കുന്നത്? എന്താണ് ഫ്രീക്വൻസി? ഇപ്പൊ ഫ്രീക്വൻസി എന്ന് പറയുന്നത് ഏത് ടേമുമായിട്ടാണ് നമുക്ക് റിലേറ്റ് ചെയ്യാൻ പറ്റുക? ഒമേഗയാണ് അല്ലെ. യെസ്, ഒമേഗ. ഒമേഗ എന്ന് പറയുന്നത് ആംഗുലാർ ഫ്രീക്വൻസിയാണ്. അതിനെ സാധാരണ ഫ്രീക്വൻസിയുമായിട്ട് എങ്ങനെ നമുക്ക് റിലേറ്റ് ചെയ്യാം? 2πf. അപ്പൊ ഇവിടെ നമുക്ക് ജനറൽ റിലേഷനിൽ നിന്ന് ഒമേഗയുടെ വാല്യൂ നമുക്ക് എത്രയായിട്ടാണ് ഇവിടെ തന്നിരിക്കുന്നത്? 36. സോ യു ക്യാൻ ഈസിലി ഫൈൻഡ് ദ വാല്യൂ ഓഫ് എഫ്. എങ്ങനെ നമുക്ക് ചെയ്താൽ മതി? 36/2 ഇൻറ്റു ദാറ്റ് പൈ. പൈയുടെ വാല്യൂ എത്രയായിട്ടാണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത്? 3.14. അപ്പൊ അങ്ങനെ വരുമ്പോൾ നമ്മളൊന്ന് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് അതിന്റെ വാല്യൂയിലേക്ക് ഒന്ന് വന്നേ, പെട്ടെന്ന് ആൻസറിലേക്ക് ഒന്ന് വരാൻ ശ്രമിച്ചേ. സോ യു ഗെറ്റ് ദ വാല്യൂ 5.73. അതിന്റെ യൂണിറ്റ് മറന്നു പോകരുത്. സൈക്കിൾ പെർ സെക്കൻഡ് എന്നോ ഹെർട്സ് എന്നോ നമുക്ക് കൊടുക്കാം. സോ ദിസ് ഈസ് ദ ബി. അടുത്തെന്താ നമുക്ക് കണ്ടുപിടിക്കാൻ പറഞ്ഞിരിക്കുന്നത്? വാട്ട് ഈസ് ദ ഇനിഷ്യൽ ഫേസ്? ഇനിഷ്യൽ ഫേസ് ആണ് ചോദ്യം. അപ്പോ ഇവിടെ നമുക്ക് ഇനിഷ്യൽ ഫേസ് എന്ന് പറയുമ്പോൾ അവന്റെ ടൈം ഒക്കെ 0 ആകുന്ന സമയത്തുള്ളതാണ് കേട്ടോ. എന്ന് പറയുമ്പോൾ ഈ 50 ആണ് ചോദ്യം. അപ്പൊ നമുക്ക് സിയിൽ നമുക്ക് വ്യക്തമായിട്ട് ആൻസർ കിട്ടി. 50 എന്ന് പറയുന്നത് π/4 ആണ്. ഇനി എന്താ വേണ്ടേ? നമ്മുടെ ലാംഡ. ലാംഡ എവിടെന്നാ വരുന്നേ? നോക്കണേ, ഈ ടേമിൽ എന്നാണ് വിളിക്കുന്നത്. ഈ ടേമിന് എന്ത് പേര് വിളിക്കാൻ നമുക്ക്? മറന്നു പോകരുതേ, ചില കേസിൽ അതിനെ വേവ് വെക്ടർ എന്ന് വിളിക്കാറുണ്ട്. ചിലപ്പോൾ അതിനെ പ്രൊപ്പഗേഷൻ വെക്ടർ എന്നോ അല്ലെങ്കിൽ പ്രൊപ്പഗേഷൻ കോൺസ്റ്റന്റ് എന്നോ വിളിക്കാറുണ്ട്. വളരെ പ്രധാനപ്പെട്ട കോൺസെപ്റ്റ് ആണ്. അപ്പൊ ഈ പ്രൊപ്പഗേഷൻ കോൺസ്റ്റന്റിന്റെ ഫോർമുല എന്താണാവോ? യെസ്, 2π/λ എന്നാണ്. അതുകൊണ്ടാണ് നമുക്ക് വേവ് ലെന്ത് അവിടെ നിന്ന് നമുക്ക് കണ്ടുപിടിക്കാൻ പറ്റുക. അപ്പൊ ഇവിടെ കെയുടെ വാല്യൂ എത്രയായിട്ടാണ് നമുക്ക് തന്നിരിക്കുക? ദാറ്റ് ഈസ് 0.018. അപ്പൊ ലാംഡ എങ്ങനെ നമുക്ക് കണ്ടുപിടിക്കാം? 2π/018. അപ്പൊ നമുക്ക് ലാംഡയുടെ വാല്യൂ നമുക്ക് എത്രയായിട്ട് പറയാം? 348.9 ദാറ്റ് മച്ച് സെന്റിമീറ്റർ. കേട്ടോ, വളരെ ഈസി ആയിട്ട് നമ്മൾ ആൻസറിലേക്ക് നമ്മൾ വന്നു. അപ്പൊ ഈ ഒരു ജനറൽ റിലേഷൻ എപ്പോഴും ഓർത്തിരിക്കണേ. y is equal to a sin omega t plus or minus. എന്താ അവിടുത്തെ പ്ലസും മൈനസിന്റെയും പ്രത്യേകത? ചില സമയങ്ങളിൽ ഇവനെ റെപ്രസെന്റ് ചെയ്യാറുണ്ട് ഇങ്ങനെ, y is equal to a sin kx minus omega t. ചിലപ്പോ അതിനെ റെപ്രസെന്റ് ചെയ്യാറുണ്ട് a sin ഒമേഗ ടി മൈനസ് കെ എക്സ്, അല്ലെങ്കിൽ സംടൈംസ് ഇറ്റ് ഈസ് കെ എക്സ് പ്ലസ് ഒമേഗ ടി. ഇവിടെ നിങ്ങളുടെ മനസ്സിലേക്ക് വരേണ്ട ഒരു പ്രധാന കോൺസെപ്റ്റ്, ഇവിടെ നെഗറ്റീവ് സൈൻ ആണെങ്കിൽ അതിന്റെ അർത്ഥം ദാറ്റ് വേവ് ഈസ് പ്രൊപ്പഗേറ്റിംഗ് എലോങ് പോസിറ്റീവ് എക്സ് ഡയറക്ഷൻ എന്നാണ് അതിന്റെ മീനിങ്. അത് മറന്നു പോകരുത്, വളരെ ബേസിക് ആയിട്ടുള്ള കാര്യമാണ്. അതോടൊപ്പം തന്നെ മൈനസ് സൈൻ, ഇവിടെ പ്ലസ് സൈൻ ആണ് വരുന്നതെങ്കിൽ അതിന്റെ അർത്ഥം ഇറ്റ് ഈസ് പ്രൊപ്പഗേറ്റിംഗ് എലോങ് നെഗറ്റീവ് എക്സ് ഡയറക്ഷൻ. അപ്പൊ അത് മറന്നു പോകാൻ പാടില്ലാത്ത വളരെ പ്രധാനപ്പെട്ട ഒരു കോൺസെപ്റ്റ് ആണ്. സി, ആ ഡയറക്ഷനെ പറ്റി നിങ്ങൾക്ക് ഡൗട്ട് ഉണ്ടെങ്കിൽ വി ക്യാൻ ജസ്റ്റ് തിങ്ക് വിത്ത് one or two example like this one. നോക്കണേ, ഇപ്പൊ നമ്മൾ ഒരു വേവ്, ഒരു നമ്മുടെ കാർട്ടീഷ്യൻ കോർഡിനേറ്റ് സിസ്റ്റം ഒന്ന് വരച്ചിട്ട് ഈ തരത്തിൽ നമുക്ക് ചിന്തിക്കാം. അത് പരീക്ഷയ്ക്ക് 1-2 പ്രാവശ്യം ചോദിച്ചിട്ടുള്ള ആസ്പെക്ട്സ് ആണ്. സപ്പോസ് ഈ വേവ് ഇങ്ങനെ മൂവ് ചെയ്യുകയാണെങ്കിൽ നമുക്ക് ഇതിനെ കെ എക്സ് മൈനസ് ഒമേഗ ടി എന്നോ അല്ലെങ്കിൽ ഒമേഗ ടി മൈനസ് കെ എക്സ് എന്നോ നമുക്ക് കൊടുക്കാം. ആർഗ്യുമെന്റ് അങ്ങനെ വരും. അതിന് പകരം അവന്റെ മൂവ്മെന്റ് ഈ തരത്തിലാണ് വരുന്നതെങ്കിൽ അവനെ നമുക്ക് റെപ്രസെന്റ് ചെയ്യാം കെ എക്സ് പ്ലസ് ഒമേഗ ടി. അപ്പൊ ഇവിടുത്തെ വൈബ്രേഷൻസ് എക്സ് ആയതുകൊണ്ടാണ് കേട്ടോ, അവന്റെ മൂവ്മെന്റ് എക്സ് ആക്സിസിലെയാണ്. ഇനി അതല്ല, സപ്പോസ് കോൺസെപ്റ്റ് എന്ന് പറയുന്നത് അവൻ വൈ ആക്സിസിന്റെ ബേസ് ചെയ്തിട്ടാണ് പോകുന്നത് എന്ന് വിചാരിക്കുക, ലൈക്ക് ദിസ് വൺ. അപ്പൊ നമുക്ക് എങ്ങനെ റെപ്രസെന്റ് ചെയ്യാം? ഇറ്റ് ഈസ് കെ വൈ മൈനസ് ഒമേഗ ടി. അപ്പൊ പോസിറ്റീവ് ആക്സിസിലേക്ക് പോകുമ്പോൾ അവിടെ ഒരു നെഗറ്റീവ് സൈൻ വരുമെന്നുള്ള കാര്യം ഒരു കാരണവശാലും മറന്നു പോകരുത്. ഓക്കെ, ഫൈൻ, ഗുഡ്, വെരി ഗുഡ്. അപ്പൊ നമുക്ക് അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോവാം. വളരെ സിമ്പിൾ ആയിട്ടുള്ള ഒരു കോൺസെപ്റ്റ് ആണ്. പരീക്ഷയ്ക്ക് ഒത്തിരി സാധ്യതയുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ് ചോദിച്ചിരിക്കുക.
A steel wire has a length. So length is given as a 12 meter and a mass that is given as is equal to 2.1 kilogram. What is the tension in the wire if the speed of a transverse wave on the wire is that velocity is given as is equal to 343 meter per second? അപ്പൊ ഒരു സ്ട്രിങ് ബേസ് ചെയ്തിട്ട് അതിൽ എപ്പോഴും ഓർത്തിരിക്കേണ്ട ഒരു പ്രധാനപ്പെട്ട കാര്യം, ആ വെലോസിറ്റി ഡിപ്പെൻഡ് ചെയ്യുന്ന പാരാമീറ്റേഴ്സ് എന്ന് പറയുന്നത് സാധാരണ ഒരു മീഡിയത്തിന് ഡെൻസിറ്റിയോ യങ്സ് മോഡുലസോ അങ്ങനെ വരുന്ന പ്രധാനപ്പെട്ട കോൺസെപ്റ്റുകൾ ഉള്ളിടത്ത് അവിടെ പോസിബിൾ ആണ് വേവിന് പ്രൊപ്പഗേഷൻ നടന്നിരിക്കുകയാണ്. അപ്പൊ നമ്മൾ ഇവിടത്തെ കേസിൽ ടെൻഷനുമായിട്ട് ബന്ധപ്പെട്ട് നമ്മുടെ മനസ്സിൽ വരേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട റിലേഷൻ ആണ് ഈ എഴുതിയിരിക്കുകയാണ്. The speed of a mechanical wave on a stretched string having tension T with mu. What is mu? ആ mu എന്ന് പറയുന്നത് it is the linear density. Linear density. ക്ലിയർ ആയിട്ട് പറയുകയാണെങ്കിൽ മാസ് പെർ യൂണിറ്റ് ലെങ്ത് എന്നാണ് ഉദ്ദേശിക്കുക. T എന്ന് പറയുന്നത് the tension given to the string. അപ്പോൾ അങ്ങനെ വരുമ്പോൾ that you just square that one, v square equal to, we get as a T by mu. And our aim is to find what is the tension on it. So tension, take the value as v square times of mu. So that is equal to, what is the velocity here? It is a 343 square into mass per unit length. That is a 2.1 division by 12. On solving, you get the value as a 2.06 into 10 to the power of 4, that much Newton. So this is a good concept. Our equation on the velocity on a stretched string and that depends upon the tension of the string and that mass per unit length we are representing as a mu. വീണ്ടും ആവർത്തിക്കുകയാണ് കേട്ടോ. 2020 ഇംപ്രൂവ്മെന്റ് ക്വസ്റ്റ്യനിലും അതേ കൺസെപ്റ്റ് വന്നു. പക്ഷെ ചോദ്യം നോക്കൂ, എ വയർ 0.72 meter in length. So the length is given as 0.72 meter. As a mass, that m is given as 5 into 10 to the power of -3 kilogram. If the wire is under a tension of 60 Newton, so the tension that is given as is equal to 60 Newton. What is the speed of transverse waves? അപ്പോൾ നമ്മുടെ സ്പീഡ് എന്ന് പറയുന്നത് വളരെ ഈസിയോടെ നമുക്ക് എഴുതാം. that is equal to root t division by mu. അവിടെ മറന്നു പോകരുത്, that mu എന്ന് പറയുന്നത് മാസ് പെർ യൂണിറ്റ് ലെങ്ത് ആണ്. സോ നമുക്ക് വളരെ ഈസിയോടെ നമുക്കത് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. That 60 Newton into length as a 0.72 division by that mass is 5 into 10 to the power of -3. പെട്ടെന്ന് ഒന്ന് കാൽക്കുലേറ്റ് ചെയ്യാൻ ശ്രമിച്ചേ. Come on everybody. So on calculation you get the value as 8640 and you get the answer as is equal to 92.95. So that much meter per second. ഇതാണ് ഫസ്റ്റ് ഹാഫ് 2020 ചോദിച്ച ആദ്യ പാർട്ട്. അടുത്ത ക്വസ്റ്റ്യൻ നോക്കി. A wave is represented as y equal to a sin kx plus omega t. What does omega and k represent? അപ്പൊ അവിടെ ഓർക്കണേ, ഒമേഗ എന്ന് പറയുന്നത് എന്താണ് റെപ്രസെന്റ് ചെയ്യുന്നത്? ആംഗുലാർ ഫ്രീക്വൻസി. ദാറ്റ് ഈസ് വെരി ഇമ്പോർട്ടൻറ്റ്. അപ്പൊ അത് എക്സ്പ്രസ് ചെയ്യുന്ന യൂണിറ്റ് കൂടെ ഒന്ന് ഓർമ്മയിരിക്കട്ടെ, റേഡിയൻ പെർ സെക്കൻഡ്. അതിന്റെ ഫോർമുലകളും as 2πf എന്നോ അല്ലെങ്കിൽ 2π ടൈം പീരീഡ് എന്നോ നമുക്ക് പറയാം. എന്താണ് കെ? കെ സാധാരണ വിളിക്കുന്ന കോൺസെപ്റ്റ് എന്ന് പറയുന്നത് ഇറ്റ് ഈസ് സെഡ് ടു ബി പ്രൊപ്പഗേഷൻ കോൺസ്റ്റന്റ്. മറക്കരുതേ, പ്രൊപ്പഗേഷൻ കോൺസ്റ്റന്റ്. ആ കെയുടെ വാല്യൂ നമുക്ക് എങ്ങനെ പറയാം? ഇറ്റ് ഈസ് ഈക്വൽ ടു 2π/λ. സോ ദാറ്റ് ഈസ് ദ ആസ്പെക്ട് there. ഇനി find out the wavelength from the equation. അപ്പോൾ വേവ് ലെങ്ത് കണ്ടുപിടിക്കാൻ നമുക്ക് പ്രൊപ്പഗേഷൻ കോൺസ്റ്റന്റിന്റെ റിലേഷൻ യൂസ് ചെയ്താൽ മതി. ലാംഡ ഈക്വൽ ടു 2π/k ആയിട്ട് നമുക്ക് ഉപയോഗിക്കും.
ഞാൻ ഇത് ബേസ് ചെയ്തിട്ട് ഒരു അഡീഷണൽ ആയ ഒരു പോയിന്റ് കൂടെ പറയുകയാണ്. അത് നിങ്ങൾക്ക് നമ്മുടെ പരീക്ഷയ്ക്ക് വളരെ ഗുണകരമാകുന്ന ഒരു കൺസെപ്റ്റ് ആയിരിക്കും. എന്ന് പറഞ്ഞാൽ, ഇഫ് യു ഫൈൻഡ് ദ വാല്യൂ ഒമേഗ ബൈ കെ ഫ്രം എ റിലേഷൻ. എന്താണാവോ ഈ ഒമേഗ? ആംഗുലർ ഫ്രീക്വൻസി ആണ്. വി ക്യാൻ റൈറ്റ് ടു ബി 2 പൈ ഇൻറ്റു എഫ്, ദ ഡിവിഷൻ ബൈ കെ. കെ ഇസ് വാട്ട്? 2 പൈ ബൈ ലാംഡ ആണ് അല്ലെ. അപ്പൊ 2 പൈ എന്ത് ചെയ്യാം? ക്യാൻസൽ ചെയ്യാം. അപ്പൊ ഈ ലാംഡ എങ്ങോട്ട് പോയി? ന്യൂമറേറ്റർ എഫ് ലാംഡ ആയിട്ട് മാറി അല്ലെ. ഫ്രീക്വൻസി ഇൻറ്റു വേവ് ലെങ്തിനെ നമുക്ക് എന്തെന്ന് വിളിക്കാം? The velocity of that progressive wave. We can express that velocity in terms of angular speed and k. So v is equal to omega by k. വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു റിലേഷൻ ആണ് മറന്നു പോകരുത്. അത് നിങ്ങൾക്ക് നമ്മുടെ ബോർഡ് പരീക്ഷയ്ക്ക് സഹായിക്കുന്ന കോൺസെപ്റ്റ് ആണ്. നോക്കൂ, one question. A wave traveling along a string that is described by y is equal to 0.005 sine 80x minus 3t, in which the numerical constants are in SI unit. Calculate the wavelength and frequency of the wave. So that is a question. അപ്പോൾ നമുക്ക് ഇതിന്റെ ജനറൽ റിലേഷനുമായിട്ട് ഒന്ന് ലിങ്ക് ചെയ്ത്, വാട്ട് ഈസ് ദാറ്റ്? എ സൈൻ കെ എക്സ് മൈനസ് ഒമേഗ ഡി. സോ ദാറ്റ് ഈസ് ദ കോൺസെപ്റ്റ്. അപ്പൊ ആദ്യം വേണ്ട വേവ് ലെങ്ത് അല്ലെ. അപ്പൊ നമുക്ക് പ്രൊപ്പഗേഷൻ കോൺസ്റ്റന്റുമായിട്ട് എടുത്ത് എന്താക്കി? അത് നമുക്ക് കെ എക്സ് 80 ആയിട്ടാണ് തന്നിരിക്കുന്നത് അല്ലെ. അപ്പൊ 2 പൈ ബൈ ലാംഡ എന്ന് പറയുന്നത് നമുക്ക് എന്തായിട്ട് എഴുതാം? 80. അപ്പോ വേവ് ലെങ്ത് നമുക്ക് എങ്ങനെ കണ്ടുപിടിക്കാം? 2 പൈ ബൈ 80 എന്ന് പറയുമ്പോൾ 2 into 3.14 division by 80. So you get the value as is equal to 0.0785. ഇത് പല എക്സാമിനും ആവർത്തിച്ച ഒരു ക്വസ്റ്റ്യൻ ആണ്. കൃത്യതയോടെ ആ ജനറൽ റിലേഷൻ അറിഞ്ഞിരുന്നാൽ, അതോടൊപ്പം ഈ ഫോർമുല ഏതാ? കെ എന്ന് പറയുന്നത് 2 പൈ ബൈ ലാംഡ ആണെന്ന് അറിഞ്ഞാൽ നമുക്ക് ലാംഡ കണ്ടുപിടിക്കാം. അടുത്ത് വേണ്ട ഏതാ? വി നീഡ് ദ ഫ്രീക്വൻസി. അപ്പൊ ആരുമായിട്ട് റിലേറ്റ് ചെയ്യേണ്ടത്? ഒമേഗ. ഒമേഗ എന്ന് പറയുന്നത് സാധാരണ നമുക്ക് ഫ്രീക്വൻസിയുമായിട്ട് എങ്ങനെ റിലേറ്റ് ചെയ്യാം? 2 പൈ എഫ്. അതിവിടെ എത്രയായിട്ടാണ് നമുക്ക് തന്നിരിക്കുന്നത്? യെസ്, 3 ആയി. ഒമേഗയുടെ വാല്യൂ നമുക്ക് 3 ആയിട്ടാണ് തന്നിരിക്കുന്നത്. അപ്പൊ ഫ്രീക്വൻസി എന്ന് പറയുന്നത് നമുക്ക് എങ്ങനെ കണ്ടുപിടിക്കാം? 3 division by 2 pi. So that is equal to 1.5 by 3.14. അപ്പോൾ ഒന്ന് ഡിവൈഡ് ചെയ്ത് you get the value as 0.477 ഹെർട്സ്. യൂണിറ്റ് മറന്നു പോകരുതേ നമ്മുടെ ആൻസേഴ്സ് എഴുതുമ്പോൾ എല്ലാം. അപ്പൊ നമ്മൾ ആ ജനറൽ റിലേഷൻ അറിയാമെങ്കിൽ നിങ്ങൾ ആൻസറിലേക്ക് നിങ്ങൾ എത്തിക്കഴിഞ്ഞു. ദാറ്റ് ഈസ് ഗുഡ്. അടുത്ത ക്വസ്റ്റ്യൻ നോക്കി, നമ്പർ 5. A transverse harmonic wave on a string. വീണ്ടും നമ്മൾ നേരത്തെ പറഞ്ഞ അതേ ക്വസ്റ്റ്യൻ ആണ്. ഓർത്തിരിക്കുക, നമ്മൾ തുടക്കത്തിൽ ചെയ്ത അതേ കോൺസെപ്റ്റ് ആണ്. ഐ തിങ്ക് അവർ ഫസ്റ്റ് ക്വസ്റ്റ്യൻ. ഇവിടെ പറയുന്ന കാര്യം ഒന്ന് നോക്കി. ദ പോസിറ്റീവ് ഡയറക്ഷൻ ഓഫ് എക്സ് ഫ്രം ലെഫ്റ്റ് ടു റൈറ്റ്. ഗുഡ്. അപ്പൊ ലെഫ്റ്റിൽ നിന്ന് റൈറ്റിലേക്കുള്ളതിന് പോസിറ്റീവ് എക്സ് ആയിട്ടാണ് കൺസിഡർ ചെയ്യുന്നത്. ഈസ് ദിസ് ട്രാവലിംഗ് വേവ് ഓർ എ സ്റ്റേഷനറി വേവ്? ഉറപ്പിച്ച് നമുക്ക് പറയാം അതൊരു ട്രാവലിംഗ് വേവ് ആണ്. ഇഫ് ഇറ്റ് ഈസ് ട്രാവലിംഗ്, then what are the speed and direction of propagation? അപ്പൊ ഞാൻ പറഞ്ഞ ആ ഷോർട്ട് കട്ട് മറന്നു പോകരുത്. സ്പീഡ് എന്ന് പറയുന്നത് we can easily find it to be omega by k. omega by k എന്താ ഒമേഗ ആയിട്ട് വരുന്നത്? ഇവിടെ 36 ആണ്. So that is division by k as a 0.018 ആണ്. So on divide ചെയ്ത് കഴിഞ്ഞാൽ we get the value as is equal to around 2000. ഇവിടെ ഇൻ സെന്റിമീറ്റർ ആയതുകൊണ്ട് സെന്റിമീറ്റർ പെർ സെക്കൻഡ്, അല്ലെങ്കിൽ നമുക്ക് പറയാം 20 മീറ്റർ പെർ സെക്കൻഡ് എന്ന് നമുക്ക് പറയാം. വളരെ പ്രധാനപ്പെട്ട കോൺസെപ്റ്റ് ആണ്. അടുത്ത് ചോദിച്ചിരിക്കുന്നത് ഡയറക്ഷൻ. അപ്പൊ ഇവിടെ പറയുന്നത് പ്ലസ് വാല്യൂ ആണ്. അപ്പൊ പ്ലസ് വാല്യൂ വന്നു കഴിഞ്ഞാൽ അതിന്റെ അർത്ഥം ഇറ്റ് പ്രൊപ്പഗേറ്റ്സ് എലോങ് ദ നെഗറ്റീവ് എക്സ് ഡയറക്ഷൻ. അത് എപ്പോഴും ഓർമ്മയിരിക്കട്ടെ. അവിടെ മൈനസ് സൈൻ വന്നാൽ അതിന്റെ അർത്ഥം ഇറ്റ് പ്രൊപ്പഗേറ്റ്സ് എലോങ് ദ പോസിറ്റീവ് എക്സ് ഡയറക്ഷൻ എന്നാണ്. വളരെ
നമുക്ക് മിസ്ലീഡ് ചെയ്യാൻ സാധ്യതയുള്ള കോൺസെപ്റ്റ് ആണ് മാർക്കർ. ഇനി ആംപ്ലിറ്റ്യൂഡ്, ഫ്രീക്വൻസി, ദ ലീസ്റ്റ് ഡിസ്റ്റൻസ്, വേവ് ലെങ്ത്, ഇതെല്ലാം നമ്മൾ കണ്ടുപിടിച്ചതാണ് ഇതേ ക്വസ്റ്റ്യന്റെ തന്നെ. സോ പ്ലീസ് റെഫർ ദ ഫസ്റ്റ് ക്വസ്റ്റ്യൻ. ഗുഡ്, വെരി ഗുഡ്. സംശയമുള്ളവർക്ക് ഓർക്കുക, ആംപ്ലിറ്റ്യൂഡ് എന്ന് പറയുന്നത് 3 ആയിട്ട് തന്നെ എടുക്കാം. ഇവിടെ സെന്റിമീറ്റർ ആണ്, സോ 3 സെന്റിമീറ്റർ. ഫ്രീക്വൻസി എന്ന് പറയുന്നത് ആരിൽ നിന്ന് നമുക്ക് കണ്ടുപിടിക്കാം? സോ യു ജസ്റ്റ് യൂസ് ദാറ്റ് ഒമേഗ. ഒമേഗ ഇവിടെ എത്രയായിട്ട് തന്നിരിക്കുന്നത്? 36. അപ്പൊ നമുക്ക് ഫ്രീക്വൻസി വരാൻ 2πf. അപ്പൊ നമ്മൾ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്താൽ എഫ് എന്ന് പറയുന്നത് 5.73 ഹെർട്സ് ആയിട്ട് നമുക്ക് കിട്ടും. അങ്ങനെയാണെങ്കിൽ ഇനി രണ്ട് ക്രസ്റ്റുകൾ തമ്മിലുള്ള അകലമാണ് അല്ലെ, അപ്പൊ അതെത്രയാ? വേവ് ലെങ്ത്. അതെങ്ങനെയാ കണ്ടുപിടിക്കേണ്ടത്? നമ്മുടെ കെയുടെ ഇക്വേഷൻ എടുത്താൽ മതി. വാട്ട് ഈസ് ദാറ്റ്? 2π/λ. അത് എത്രയ്ക്ക് നമുക്ക് പറയാം? ഇറ്റ് ഈസ് ഗിവൻ ആസ് ഇസ് ഈക്വൽ ടു 0.018. അപ്പൊ നമുക്ക് ലാംഡയുടെ വാല്യൂ നമുക്ക് എങ്ങനെ കിട്ടും? 2π ഡിവിഷൻ ബൈ 0.018. സോ എക്സാക്ട്ലി 348 that much സെന്റിമീറ്റർ. ഗുഡ്. അപ്പൊ നമ്മൾ അഞ്ചാമത്തെ ക്വസ്റ്റ്യന് കഴിഞ്ഞു. 6th ക്വസ്റ്റ്യൻ നോക്കേ. ഇവിടുത്തെ ആംപ്ലിറ്റ്യൂഡ് ഓഫ് ദ വേവ് ആണ്. ട്രാൻസ്വേഴ്സ് ഹാർമോണിക് വേവ് ഈസ് described as y is equal to 3 sin kx plus omega t, where x and y are in centimeter. Amplitude of the wave, okay, that is nothing but this one. So 3 unit എന്ന് നമുക്ക് പറയാം. ഒരു യൂണിറ്റ് സെന്റിമീറ്റർ ആയിട്ടാണ്, അപ്പൊ 3 സെന്റിമീറ്റർ ആയിട്ട് നമുക്ക് പറയാം. വെരി ഗുഡ്. അടുത്ത ക്വസ്റ്റ്യൻ നമ്പർ 7. വീണ്ടും പഴയ ക്വസ്റ്റ്യൻ തന്നെയാണ്, അതേ കോൺസെപ്റ്റ് ആണ്. ഓക്കെ, 36t plus 0.018x plus 5/4. നമ്മളെല്ലാം കണ്ട കേസസ് ആണ് അല്ലെ. ഈസ് ദിസ് ട്രാവലിംഗ് വേവ്? ഇഫ് ഇറ്റ് ഈസ് ട്രാവലിംഗ്, വാട്ട് ഈസ് ദ സ്പീഡ്? നമ്മൾ തൊട്ട് മുന്നേയുള്ള ക്വസ്റ്റ്യനിൽ കണ്ടതാണ്. ഡയറക്ഷൻ ഓഫ് പ്രൊപ്പഗേഷൻ മറക്കരുത്, ഇവിടെ പ്ലസ് ആണ്, അപ്പൊ സ്വാഭാവികമായിട്ട് നെഗറ്റീവ് എക്സ് ആക്സിസ് ആണ്. ആംപ്ലിറ്റ്യൂഡ് അറിയാം, ഫ്രീക്വൻസി കണ്ടുപിടിക്കാം, ഇനിഷ്യൽ ഫേസ് 5/4. ഓക്കെ, നമ്മൾ ഓൾറെഡി മൂന്നും അടുത്ത് പറഞ്ഞ കോൺസെപ്റ്റ് ആണ് മാർക്കർ. ഇവിടെ ചോദിക്കുക y is equal to 0.005, y equal to 0.005 sin 80x minus 3t. Calculate what is the amplitude. Amplitude ആണ് നമുക്ക് അടുത്ത ക്വസ്റ്റ്യൻ. ആംപ്ലിറ്റ്യൂഡ് എന്ന് പറയുമ്പോൾ നമുക്ക് ഉറപ്പിച്ച് പറയാം, അത് 0.005 എന്ന് നമുക്ക് പറയാം അല്ലെ. സോ ദാറ്റ് ഈസ് ദ കോൺസെപ്റ്റ്. അപ്പൊ ഇവിടെ മീറ്റർ ആണോ ലെങ്ത് നമ്മുടെ സെന്റിമീറ്റർ ആണോ എന്ന് നമുക്ക് പ്രത്യേകിച്ച് പറഞ്ഞിട്ടില്ല. അപ്പൊ അതുകൊണ്ട് നമുക്ക് മീറ്റർ എന്നോ അല്ലെങ്കിൽ യൂണിറ്റ് എന്നോ നമുക്ക് അത് പറയാം തൽക്കാലം. വേവ് ലെങ്ത് എന്തെന്നാണ് ചോദ്യം. അപ്പൊ വേവ് ലെങ്ത് എങ്ങനെയാ നമുക്ക് കണ്ടുപിടിക്കുക? അപ്പൊ ഇതിന്റെ ജനറൽ റിലേഷൻ എഴുതുമ്പോൾ നമുക്കറിയാം, ദാറ്റ് ഈസ് a sin kx minus omega t. അപ്പൊ നമുക്ക് വേവ് ലെങ്ത് വേണമെങ്കിൽ കെയുമായിട്ടാണ് വേണ്ടത് അല്ലെ. കെയുടെ വാല്യൂ എത്രയായിട്ടാണ് കിട്ടിയിരിക്കുന്നത്? 8. അപ്പൊ അതിന്റെ വാല്യൂ എത്രയാണ്? 2π ഡിവിഷൻ ബൈ ലാംഡ. അപ്പൊ വേവ് ലെങ്ത് നമുക്ക് എങ്ങനെ കിട്ടും? ആസ് 2π ഡിവിഷൻ ബൈ 80 എന്ന് നമുക്ക് കിട്ടും. എന്ന് പറയുമ്പോൾ we get the value as pi division by 40. So that is equal to 0.0785. So that much meter, that is the answer. കണ്ടോ, വളരെ ഈസിയോടെ നമുക്ക് ചെയ്യാൻ പറ്റുന്നു ഓരോ ക്വസ്റ്റ്യനുകളും. സോ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് നമ്മൾ നോക്കിപ്പോയാൽ മതിയാവും, നിങ്ങൾക്ക് 100% മാർക്കും ഉറപ്പിക്കാം. വേവ് മോഷൻ ഈസ് എ പ്രൊപ്പഗേഷൻ ഓഫ് എനർജി ത്രൂ എ മെറ്റീരിയൽ മീഡിയം due to repeated periodic motion. Transverse waves cannot be propagated through gases. Why? അപ്പോൾ നമ്മൾ സാധാരണ രൂപത്തില് ട്രാൻസ്വേഴ്സ് വേവ്സ് വേണമെങ്കിൽ എസ്പെഷ്യലി നമ്മുടെ മെറ്റീരിയൽസിന് ഉണ്ടായിരിക്കേണ്ട ഒരു കോഎഫിഷ്യന്റ് ഓഫ് ഇലാസ്റ്റിസിറ്റിയാണ് ഷിയർ മോഡുലസ്, ഷേപ്പുമായിട്ട് ബന്ധപ്പെട്ടത്. അപ്പം ഷിയർ മോഡുലസ് ഇല്ലാത്തത് കൊണ്ടാണ് ഗ്യാസസിനും ഫ്ലൂയിഡ്സിനും ട്രാൻസ്വേഴ്സ് വേവ്സ് പോസിബിൾ അല്ലാത്തത്. സോ ദാറ്റ് ഈസ് ദ മെയിൻ റീസൺ. എന്താ നമ്മൾ പറഞ്ഞത്? ദാറ്റ് ഇലാസ്റ്റിസിറ്റി ഓഫ് ഷിയർ മോഡുലസ് ഈസ് ആബ്സെന്റ് ഫോർ ലിക്വിഡ് ആൻഡ് ഗ്യാസസ്, ആൻഡ് hence the transverse waves cannot be propagated. What was the condition assumed by the Laplace in correcting Newton's equation for the velocity of sound in a gas? അപ്പോൾ
Based on Newton's hypothesis that air propagate under isothermal processes, so the speed is nothing but equal to root p division by that density. But Laplace corrected by stating that the very important concept, the sound propagation are adiabatic. It is a quick process, adiabatic process. And hence, അവിടത്തെ modulus of elasticity എന്ന് പറയുന്നത് keep in mind the bulk modulus. Pressure bulk modulus എന്നാണ് നമ്മൾ അവിടെ പറയാം. So that is nothing but equal to the gamma times the pressure. അപ്പോൾ അഡയബാറ്റിക് ബൾക്ക് മോഡുലസ് എന്ന് പറയുന്നത് ഗാമ ടൈംസ് പ്രഷർ ആയിരിക്കും. അപ്പൊ അതുകൊണ്ട് തന്നെ നമ്മുടെ കറക്ഷൻ വന്നത് വി ഡാഷ് ഇസ് ഈക്വൽ ടു ഗാമ പി ഡിവിഷൻ ബൈ റോ. സോ ദിസ് ഈസ് ദ ന്യൂട്ടൺസ് Laplace equation for the speed of sound in air. So that is equal to root gamma p by rho. That is a very important relation. Look at question number 10. Nobody can imagine a world without sound. Sound is a part of our life. Music, ripples, echoes, etc. have a lot of applications. Can you say how a bat can ascertain direction at distances without any eyes? നമ്മുടെ വവ്വാലുകൾക്ക് എങ്ങനെയാണ് തിരിച്ചറിയുവാൻ പറ്റുന്നത് ലൊക്കേഷൻസ്? സോ അത് വളരെ പ്രധാനപ്പെട്ട ഒരു കോൺസെപ്റ്റ് എന്ന് പറയുന്നത് that bats can produce ultrasonic waves. That is a very important concept there. The greater than 20 kilohertz in frequency. 20 കിലോഹെർട്സിൽ അധികം നമുക്ക് കേൾക്കാൻ പറ്റാത്ത ഫ്രീക്വൻസീസ് അതിന് പുറപ്പെടുവിക്കുവാനുള്ള കഴിവുണ്ട്. So by using that ultrasonic waves, നമ്മുടെ ഇപ്പൊ ഇതാണ് നമ്മുടെ വവ്വാലെങ്കിൽ ബാറ്റെങ്കിൽ, അപ്പം അതിൽ നിന്ന് പുറപ്പെടുവിക്കുന്ന ഈ വേവ്സ് തൊട്ടടുത്തുള്ള ഒരു ഒബ്സ്റ്റക്കിളിലേക്ക് വന്ന് അടിച്ച് അത് റിഫ്ലക്ട് ചെയ്ത് തിരിച്ച് അത് സെൻസ് ചെയ്തിട്ടാണ് ദാറ്റ് വവ്വാലുകൾ കൃത്യമായിട്ട് അറിയാൻ പറ്റുന്നത്. സോ ദാറ്റ് ഈസ് എ വെരി ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കോൺസെപ്റ്റ്. ഇനി അടുത്ത, ഡോക്ടേഴ്സ് use an ultrasonic scanner to diagnose tumor tissues. If the frequency of the scanner is given as 4.2 megahertz and the speed of sound wave in the tissue is that is given as 1.7 that much kilometer per second, the wavelength of the sound wave is, നമുക്കറിയാം that speed is nothing but equal to f lambda. So lambda is equal to v division by frequency. So 1.7 into 10 to the power of 3 division by that 4.2 into mega. Mega is what? Mega is 10 to the power of 6. And once solving, we get the value as 0.4 into 10 to the power of minus 3, that much meter. So that is very important. So the dear students, ഏറ്റവും പ്രധാനപ്പെട്ട നമ്മുടെ വേവ്സിലെ ക്വസ്റ്റ്യനുകളും നമ്മൾ ചർച്ച ചെയ്തു. അത് നിങ്ങളുടെ ബോർഡ് പരീക്ഷയ്ക്ക് വളരെ യൂസ്ഫുൾ ആയിരിക്കും. നന്നായിട്ട് എഴുതി പഠിച്ചതിന് ശേഷം എക്സാമിനെ അപ്രോച്ച് ചെയ്യാം. നല്ല സ്കോറിംഗ് ഉറപ്പാണ്. സോ ടേക്ക് കെയർ. ഗോഡ് ബ്ലസ് യു.